ചാർജ് ചെയ്യാൻ വരുന്ന നമ്മുടെ നേരെ മുന്നിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി പതുക്കെ ബാക്ക് എടുത്ത് പോവാ. വേറെ ഒന്നും ചെയ്യാൻ നോക്കണ്ട. നമ്മൾ പതുക്കെ വണ്ടി ബാക്ക് എടുത്ത് തന്നെ പോകേണ്ടി വരും. തീർന്ന് ഒത്തില്ലെങ്കിൽ വണ്ടി അവിടെ ഇട്ടിട്ട് ഇറങ്ങി ഓടാൻ പറഞ്ഞ ഗ്യാസ് ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിട്ട് മാറാം. അല്ലാതെ ഹോൺ അടിക്കാൻ പാടില്ല. ഹോൺ അടിക്കുമ്പോൾ അതിന് ദേഷ്യം കൂടുള്ളൂ. ഹോൺ അടിച്ചാൽ ഇവിടുത്തെ അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യാൻ പാടില്ല. ലൈറ്റ് രാത്രിയിലാണെങ്കിൽ നമ്മൾ ലൈറ്റ് ഇട്ട് വെക്കും, ബ്രൈറ്റ് ഇട്ടോ. പിന്നെ ഡിം അടിക്കാനോ ഇങ്ങനെ മിന്നിക്കാൻ പാടില്ല. ഫ്ലാഷ് അടിക്കണോ മിന്നാണ്ട് ബ്രൈറ്റ് ഇട്ട് വെച്ചാൽ മതി. അപ്പൊ ആ ലൈറ്റ് കാണുമ്പോൾ തന്നെ ഒരു പതുക്കെ നിന്നിട്ട് കുറച്ചേരം നോക്കിയൊക്കെ നിൽക്കും. അത് ഇപ്പൊ മാറി അവർ വഴി കൂടെ ഇറങ്ങി വഴിയിൽ നിന്ന് മാറി തരും. അപ്പൊ മാറി തരുമ്പോൾ നമ്മളതനുസരിച്ച് പോയാൽ മതി. കുഴപ്പമില്ല. നമ്മൾ കൂടുതൽ അതിനെ അടുപ്പിച്ച് കൊണ്ടുപോയി എടുത്ത് ഫോട്ടോ കമ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അത് ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കൂടും. കൂടുതൽ അവർ പരമാവധി മാറി തരും, വഴിയിൽ നിന്ന് മാറി തരും. വണ്ടി വരണുണ്ട് കഴിഞ്ഞാൽ നോക്കി നിന്നിട്ട് അവർ മാറിക്കോളും. വേറെ പ്രശ്നം ഉണ്ടാക്കാൻ വരാറില്ല. കൂടുതലും മോക്ക് ചാർജിങ് അല്ലേ ചെയ്യാറ്? അതെ. അത് നമ്മളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി വരും. അത് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. ഞാൻ വരാന്ന് പറഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക്കലി ഒരു ബോൾ വരെ ചുറ്റും ചുരുണ്ട് ചെറിയതായിട്ട് ഉരുണ്ട് വരെ നിൽക്കും. ചെവി പട്ടം പിടിച്ച് പോകും. ശ്രദ്ധിക്കും, നമ്മളെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം നമ്മൾ ഇതൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരല്ലോ ചാർജ് ചെയ്യാനായിട്ട്. നമ്മൾ പിടിക്കാൻ ഉദ്ദേശത്തിലുള്ളവരാണെങ്കിൽ നമ്മളെ വിടില്ല, നമ്മൾ പിന്നെ തന്നെ വരും. എത്ര ദൂരമാണെങ്കിലും വരും. അല്ലാത്തത് പിന്നെ കുറച്ച് വഴി വന്നിട്ട് അവൻ തിരിച്ചു പൊക്കോളും. നമ്മൾ കാട്ടികൾ പോകുമ്പോഴാണെങ്കിലും നമുക്ക് വരാന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് ഓടിക്കും, ഒന്ന് പേടിപ്പിക്കും. അത് ഞാൻ തിരിച്ചു പോകും. സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഓർമ്മ മാറിപ്പോക്കോളും. പേടിച്ചിട്ടാണല്ലോ അവര് നമ്മളെ. അത് പേടിച്ചിട്ടാണ്. അതിന് ഉപയോഗിക്കാൻ ചെല്ലുമെന്നുള്ള പേടി കാരണം